നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. 3 പതിറ്റാണ്ടുകളായി മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളുടെ തല്ലേറ്റ് പരവശരായ എന്നാൽ തളരാത്ത സ്ഥിരം വില്ലൻ സാന്നിധ്യങ്ങളായ അബു സലീമിനെയും കൊല്ലം അജിത്തിനെയും JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. സൂപ്പർ സ്റ്റാറുകളുടെ ഇടികൾ ഇങ്ങനെ കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ശരീരമെല്ലാം ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെയായെന്നാണ് ഈ പിള്ളേർ വിചാരിച്ചിരിക്കുന്നത്. അല്ല, അതിനകത്ത് വേറെ പ്രശ്നം വെച്ചാൽ ഈ സൂപ്പർ സ്റ്റാറുകൾ ഞങ്ങളെ ഇടിക്കുന്നത് കൊണ്ടാണ് ഇവർ കൈയടിക്കുന്നത്. ഞങ്ങളെ ഇടിച്ചെങ്കിലാണ് അവർ കൈയടി കിട്ടുന്നത്. അല്ലെങ്കിൽ എവിടെ ഒരു ഹീറോയിസം ഉണ്ടാവാനാ? 2 വില്ലന്മാർ. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളിപ്പം അജിത്ത് ഇപ്പോൾ ഒരു 500 സിനിമയിലായില്ലേ? ഒരു 600 സിനിമയിൽ അടി കൊണ്ടു. കുറെ കൊടുക്കുകയും ചെയ്തു. കുറേ കൊടുത്തു. ഇതിനിടയ്ക്ക് 1-2 പടങ്ങളിൽ ചെറിയ ഹീറോ ഒക്കെ ആയിട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. 89 ഒരു പടത്തിൽ ഞാൻ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അഗ്നിപ്രവേശം. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ഈ നമ്മുടെ സിനിമയുടെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ വലിയൊരു ചൂതാട്ടമാണ്. ചൂതാട്ടം. അപ്പൊ ഒരു ഓട്ടർച്ചലും ഇല്ല കേട്ടാ. അങ്ങനെ കണ്ണു നോക്കല്ലേ. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. എന്തൊരു ഇഷ്ടമെന്ന് എനിക്കറിയാം. എന്നാ കാരണം ഞാൻ ഇദ്ദേഹത്തിന്റെ ഭക്ഷണക്രമം നമ്മുടെ മമ്മൂക്കയിൽ നിന്ന് മനസ്സിലാക്കിയത്. തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞു, ഇവൻ രാവിലെ 5 മുട്ട, വൈകുന്നേരം 5 മുട്ട, രാത്രിയിൽ 5 മുട്ട. എത്ര മുട്ട കഴിക്കും? നന്നായിട്ട് ഒരു ദിവസം എത്ര മുട്ട കഴിക്കും? മുട്ട മാത്രമല്ല, ഞാൻ ഭക്ഷണം നന്നായിട്ട് കഴിക്കും, നന്നായിട്ട് വ്യായാമം ചെയ്യും. അതാണ് എൻ്റെ പോളിസി. ഇപ്പം പറഞ്ഞതിനകത്തൊരു നഗ്ന സത്യവുമുണ്ട്. ഒരു ദിവസം ഞാൻ മമ്മൂക്കയുടെ വീട്ടിൽ പോയി ഉച്ചയ്ക്ക്. മമ്മൂക്കയെ കാണാനായിട്ട് പോയതാണ്. അത് ഏതാണ്ട് സമയം ഒരു 1:30 ആവും. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ ഇത് പുതിയ തലമുറയ്ക്കും കൂടെ ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുക. അപ്പം ഞാനവിടെ ചെല്ലുമ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്നിട്ട് ഞാൻ ഇറങ്ങാൻ നേരത്ത് നമുക്ക് ചോദിച്ചു, ഇടാ നീ എല്ലാം കഴിച്ചോ എന്ന് ചോദിച്ചു. എന്നോട്. ഞാൻ അന്ന് അബുക്കയില്ല, ഞാനാ പോകുന്നത്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ നമുക്ക് ചോദിച്ചു, എല്ലാം കഴിച്ചോ നീ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും കഴിച്ചില്ല, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം നമുക്കാന്ന്. എടാ ഇവിടെ കുറേ ഇല ഇരിപ്പോട്ട് വേടാ കഴിച്ചിട്ട് പോടാന്ന്. അതായത് അക്കാലത്ത് നമുക്ക് ഈ പറഞ്ഞൊരു ഇലയുടെ ആളായിരുന്നു. ഒരുതരം ഈ അറബികളൊക്കെ കഴിക്കുന്ന ഒരുതരം ഇലയും കാര്യങ്ങളും അന്ന് വളരെ ഇതായിട്ട് ഈ ഫുഡൊക്കെ മാറ്റി വെച്ചിട്ട് വളരെ ഇതായിട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും ശരീരം ശ്രദ്ധിക്കുന്ന ആഹാരക്രമങ്ങൾ ഇത്രയും ഇതുള്ള നമ്മുടെ ഒരു നടൻ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പേരും, അതായത് ഈ സൗത്ത് ഇന്ത്യയിൽ പോലും അങ്ങനെ ഒരു താരമില്ല എന്നുള്ളതാണ്. അത് ആഹാരത്തിൻ്റെ കാര്യത്തിലും ശരീരം ശ്രദ്ധിക്കുന്ന കാര്യത്തിലൊക്കെ അദ്ദേഹത്തിനെ കണ്ടുപഠിക്കണം എന്ന് ആണ് എൻ്റെ ഒരു അപേക്ഷ. നമുക്ക് ഇടയ്ക്ക് പറയാറുണ്ട്, ഈ അബു സലീമിനെ പോലെ ഇത്ര കൃത്യനിഷ്ഠയോടെ ജീവിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഭക്ഷണത്തിൻ്റെ ക്രമത്തിൽ. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും വ്യായാമം മാത്രമല്ല. ഈ അബു സലീം ഒരു പോലീസുകാരൻ കൂടിയായിരുന്നു. അതെ. ഈ പോലീസുകാർക്ക് ഒരുപാട് മോശപ്പെട്ട സ്വഭാവം ഉള്ളതാണ്. ആ സ്വഭാവം ഉണ്ട്. കാക്കിയിടുമ്പോണ്ട്. അബു സലീം ഈ പറഞ്ഞ ശരിയാണ് അജിത്ത് പറഞ്ഞത്. കാക്കിട്ടാൽ പോലീസാണല്ലോ. സ്വഭാവം മാറി അല്ല, പോലീസിന്റെ സ്വഭാവമായിരിക്കും. അല്ലാതെ വേറെ മറ്റ് ദുരുദ്ദേശമൊന്നുമില്ല അതില്. ന്യായമായിട്ട് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു ജോലിയാണ് ഞാൻ ചെയ്തത്. ആണ്. വരട്ടെ, നമുക്ക് തിരിച്ചു വരാം. ഒരാൾ ഇവിടെ വരാൻ തയ്യാറാണ്. അബു സലീമിന് വേണ്ടിയിട്ട് എന്തോ സംസാരിക്കാൻ വേണ്ടി ഒരാളിങ്ങനെ. അവൻ എപ്പോഴെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ചിലപ്പോൾ ഒന്ന് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ പോവാണ്, രാവിലെ പോകണം, മറ്റേ അത്യാവശ്യമുണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോകാൻ പോയാൽ അബുവിനെ പിടിച്ചു നിർത്താൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, പൊറോട്ടയും ബീഫും കൊടുത്താൽ മതി. കാരണം പൊറോട്ട എന്ന് പറഞ്ഞാൽ അബു അവിടെ നിൽക്കും. അത് ഒരു ദിവസം ഇവിടെ വന്നിട്ട് എനിക്ക് പോകണം, അവിടെ ഉദ്ഘാടനം ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പൊറോട്ടയും ബീഫും ഇപ്പോൾ മേടിച്ച് ഞാൻ തരുമെന്ന് പറഞ്ഞാൽ അബു അവിടെ നിന്നോളും. എല്ലാവരും സ്നേഹിക്കാൻ, എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. മലയാള സിനിമയിൽ അങ്ങനെ അപൂർവം ചില ആൾക്കാരുള്ളൂ. എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ഒരാളാണ്. നല്ല ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ്. നല്ല മനുഷ്യനെ സ്നേഹിക്കാൻ കഴിവുള്ളൊരു മനുഷ്യനാണ്. അത് 100% ഞാനും ആ കാര്യത്തിൽ. വില്ലന്മാരെ ഭയങ്കരമായിട്ട് വേണം സ്നേഹിക്കാല്ലേ? വില്ലന്മാരെ സിനിമയിൽ കാണുന്ന സ്വഭാവം അല്ല. തീർച്ചയായിട്ടും അല്ല. വെറുതെ പറയുന്നതല്ലേ. വെറുതെ നമ്മൾ ജീവിക്കാൻ വേണ്ടി സിനിമയിലാണ് അബു സലീം ഒരു പെണ്ണിനെ കണ്ട അപ്പം ബലാത്സംഗം ചെയ്യും.
അല്ല ഒരു കാലത്ത് ബലാത്സംഗം ചെയ്യാറില്ല, നമ്മുടെ ഫൈറ്റൊക്കെ ഉള്ളൂ. ഫൈറ്റൊക്കെ ഉള്ളൂ. അത് അജിത്തിന് മലയാള സിനിമയിൽ ഇപ്പൊ അതിനല്ല, പണ്ട് കാലത്തല്ലേ ബലാത്സംഗം. ഇപ്പോഴങ്ങനെ ബലാത്സംഗം എന്ന് പറയുന്ന പരിപാടി അജിത്തൊക്കെ ബലാത്സംഗം ചെയ്തോടെ ആണ് തുടങ്ങിയത് തന്നെ ഈ പ്രൊഫഷൻ. ഒരു നല്ലൊരു ശതമാനം അതാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ അത്ഭുതപ്പെട്ട ഒരു സംഭവമുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പബ്ലിക്കിൽ നിൽക്കുക. ആ പബ്ലിക്കിൽ നിൽക്കുമ്പോഴത്തേനും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് നമ്മളെ കണ്ടപ്പോൾ ഒരു സന്തോഷം, ഒരു സിനിമ നടൻ നമ്മുടെ അടുത്തുണ്ട് എന്നുള്ളത്. അപ്പോൾ അയാളൊരു തമാശ പറയണം, അയാൾ സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല, അയാൾ സിനിമ കാണുന്ന ആളായിരിക്കാം, പക്ഷെ അല്ലാതെ സിനിമാക്കാരുമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ ഇയാൾ പറയണേ ഒരു കഥ കേൾക്കണോ? ഞാൻ പറഞ്ഞു എന്താ കഥ പറഞ്ഞല്ലോ. അതെന്താണെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി അവളെ ഒരു ജോലി അന്വേഷിച്ചൊരു വീട്ടിൽ വന്നു, ബെല്ലടിച്ചു, കഥ തുറന്ന് പുറത്തിറങ്ങിയത് ബാലങ്കി നായരാണ്. അപ്പോൾ ബാലങ്കി നായരെ കണ്ടുകൊണ്ട് ഇവള് ജീവനും കൊണ്ട് ഓടിയെന്നാണ് പറയുന്നത്. ഇവൾ ഓടിപ്പോയി ഒരു 4 വീടിന് അപ്പുറത്ത് വീട്ടിൽ പോയി കഥ തുറന്ന് കാത്തു കയറി നോക്കുമ്പോൾ അവിടെ ജോസ് പ്രകാശ് ഇരിക്കുന്നത്. ഒന്ന് അവളുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഇത് അവരുടെ മനസ്സിൽ പോലും, ഈ സിനിമയുമായി ബന്ധമില്ലാത്ത അവരുടെ മനസ്സിൽ പോലും ഇത്തരം സങ്കല്പങ്ങളാണ് കിടക്കുന്നത്. സത്യത്തിൽ ബാലേട്ടനെ പോലെ ഇത്രയും പാവം ഒരു മനുഷ്യൻ അല്ലേ അബു സലീം. പക്ഷേ ഈ പണ്ടുള്ള വില്ലന്മാരുടെ ആ ഛായയിൽ നിന്ന് ഇപ്പോഴത്തെ വില്ലന്മാർ ഒരുപാട് മാറി ഒരു പക്ഷേ അല്ലേ? വില്ലന്മാർക്ക് അംഗീകാരം കിട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയ അജിത്ത്. ഇപ്പം ഈ പറഞ്ഞ പോയിന്റിനകത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് പിന്നെ ബ്രിട്ടാ സാർ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും വേണം. കാരണം ഇത് ഞങ്ങളുടെ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഞങ്ങൾക്ക് എന്നെ പ്രത്യേകിച്ച് വേദനിപ്പിച്ചിട്ടുള്ളൊരു സംഭവമാണ്. നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടി വന്നതിലും എനിക്ക് ദുഃഖമുണ്ട്. അതായത് ഇവിടെ ഈ പിന്നെ ഒരു 4, 5 ഒക്കെ വർഷത്തിലോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ ഒക്കെ ഈ അവാർഡ് നൈറ്റുകളൊക്കെ നടക്കാറുണ്ട് അല്ലേ? ചിലപ്പം വലിയ നടന്മാരും എല്ലാവരും ഉണ്ട്, എല്ലാ ചാനലുകാരും അത് ചെയ്യുന്നുണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഞാനിപ്പോൾ ഒരു 600 സിനിമകളോ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അഭിനയിക്കാത്ത നടന്മാരില്ല. ഇപ്പോൾ ഈ പറഞ്ഞു വരുന്ന ന്യൂ ജനറേഷൻ 1-2 പേര് ഒഴികെ ബാക്കി എല്ലാവരുടെയും കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്കായാലും ശരി, ഇങ്ങോട്ടായാലും അങ്ങോട്ടായാലും, സുകുമാരൻ ചേട്ടനായാലും ശരി, സോമേട്ടനായാലും ശരി, ഇതൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കുന്ന അതിലൊരു കഥാപാത്രം ഞാനാണ്. ആ കഥയിൽ ഒരു ട്വിസ്റ്റിംഗ് ഉണ്ടാക്കുന്ന ചിലപ്പോൾ ഒരു കഥാപാത്രങ്ങൾ കുറച്ചുകൂടെ തീഷ്ണത കൊടുക്കുന്നത് നിങ്ങളാണ്. ഞങ്ങളാണ്. അപ്പോൾ അത് കണ്ട് രസിക്കുന്ന പ്രേക്ഷകർ, ആ പ്രേക്ഷകർക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ലേ ഞങ്ങളെയും ഈ വേദിയിൽ കാണണമെന്ന്? അജിത്തെ, ഇപ്പം നമ്മൾ ഈ JB ജംഗ്ഷനിൽ നിങ്ങൾ രണ്ടുപേരെ ഇരുത്തി ഞാൻ സംസാരിക്കുന്നതിന് കാരണം എന്താണ്? ഒരുപാട് പ്രേക്ഷകർ ഞങ്ങളോട് പറഞ്ഞു, അതായത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഒരുപക്ഷെ സിനിമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഔത്സുക്യം, അല്ലെങ്കിൽ അതിൻ്റെ സസ്പെൻസ്, അല്ലെങ്കിൽ അതിൻ്റെ ട്വിസ്റ്റ്, അതിൻ്റെ ടേണ്, ഇതൊക്കെ കൊടുക്കുകയും ആ സിനിമയെ കുറേയും കൂടി പരിപോഷിപ്പിക്കുകയും ചെയ്ത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്തുകൊണ്ട് JB ജംഗ്ഷൻ്റെ ഫ്ലോറിൽ വരുന്നില്ല? JB ജംഗ്ഷന്റെ ഫ്ലോർ മാത്രം സ്വാഭാവികമായി ഇതിൽ നിന്ന് നമ്മൾ പല ഫ്ലോറിലേക്ക് അതൊരു തുടക്കം വേണമെന്ന് ഞാൻ പറയും. ഞാൻ നമ്മളെ വിളിക്കാറില്ല, തീർച്ചയായിട്ടും ക്ഷണിക്കാറില്ല. അതിൻ്റെ ഒരു വഴിത്തിരിവായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം. ഞാൻ ഈ കഥാപാത്രത്തെ ഒന്ന് പറഞ്ഞ പോലെ അജിത്തിൽ നിന്ന് ഞാൻ അബു സലീമിലേക്ക് ഒന്ന് തിന്നട്ടെ. അബു സലീമിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്, ഇതിനുവേണ്ടി ബോഡി ബിൽഡിംഗ് എന്നുള്ളത് മൂപ്പരുടെ ഒരു ജീവിത സബരിയായിരുന്നു. അജിത്ത് അത്രത്തോളം ബോഡി ബിൽഡ് ചെയ്യുന്നില്ല, ആവശ്യത്തിന് മതി. പക്ഷെ മൂപ്പർ ആവശ്യത്തിലേറെ ബോഡി ബിൽഡ് ചെയ്യാൻ താല്പര്യപ്പെട്ട ഒരാളാണ്. അതെ, ഇതൊരു പാഷനായിരുന്നു. അത് ഇല്ലാതെ ജീവിതം ഇല്ല എന്നുള്ളൊരു ഭാഗമായി മാറി. അതായത് ജിമ്മൊന്നും ഇല്ലാതിരുന്ന ഒരു പ്രദേശത്ത് അരകല്ലും ആട്ടുകല്ലും വെച്ചിട്ട് അല്ലേ? അതെ. അങ്ങനെ ബോഡി ഉണ്ടാക്കി. ആരും പറഞ്ഞില്ലേ പ്രാന്താവിനെന്ന്? തുടക്കത്തിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അതൊരു നമ്മുടെ ഏതൊരു സംഗതിയിലേക്കും നമ്മൾ തുടങ്ങുന്ന അവസരത്തിൽ ഭയങ്കര പരിഹാസമായിരിക്കും. ബാപ്പ പറഞ്ഞോ ഇവനെന്താ ഇല്ലല്ല, ബാപ്പ സ്പോർട്സ്മാൻ ആയിരുന്നു. അതുകൊണ്ട് പുള്ളിക്ക് അതിൽ താല്പര്യമായിരുന്നു. വീട്ടിലൊക്കെ എല്ലാ സ്പോർട്സിനായാലും കലയിലായാലും ഒക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പക്ഷെ അതിനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നില്ല. ഒരു ജിംനേഷ്യം ഒന്നും ഉണ്ടായിരുന്നില്ല വയനാട്ടിൽ. പക്ഷേ ഞാൻ തുടക്കത്തിൽ എൻ്റെ ഒരു വീട്ടിൻ്റെ അടുത്തൊരു എസ്റ്റേറ്റ് ഉണ്ട്, എലസ്റ്റൺ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞത്. അവിടെയുള്ള ഒരു വേണു എന്ന് പറഞ്ഞൊരു സൂപ്പർവൈസറുടെ അയാൾ തൂലികാമിത്രമായിട്ടൊരു ലേഡീനെ പരിചയപ്പെട്ടു. അങ്ങനെ കൊല്ലത്തു നിന്നാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ അവരുടെ ഒരു ആങ്ങള, ഒരു പത്മകുമാർ എന്ന് പറയുന്നത്, അദ്ദേഹം മരിച്ചുപോയി. ഇപ്പം പുള്ളി അന്ന് SM കോളേജിൽ സ്റ്റുഡൻ്റാണ്, കൊല്ലം എഞ്ചിനീയറിംഗ് കോളേജിൽ. അപ്പോൾ പുള്ളി അവിടെ വയനാട്ടിലേക്ക് വന്നു. വയനാട്ടിൽ വന്ന് പെങ്ങളെ കെട്ടിച്ചു കൊടുത്തതിന് ശേഷം അപ്പോൾ ഞങ്ങളൊക്കെ അതിന് പരിചയപ്പെട്ടു. പുള്ളിയാണ് എന്നെ ബോഡി ബിൽഡിങ്ങിന് നിനക്ക് പറ്റിയ ഫ്രെയിമാണ്, ഇത് എക്സസൈസ് ചെയ്യാൻ ഉഷാറാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തുടങ്ങി. ഇഷ്ടിക വെച്ചിട്ട് പുഷപ്പ് ചെയ്യും. അപ്പോൾ ഈ എസ്റ്റേറ്റിൽ ഈ പൈപ്പ്, വെള്ളം കൊണ്ടുള്ള പൈപ്പ് വെച്ച്, പഴയ പൈപ്പ് ഉപയോഗിച്ച്, പിന്നെ അരകല്ലിൻ്റെ വട്ടത്തിലുള്ള അരകല്ലുണ്ടല്ലോ പഴയ, അതിൻ്റെ 2 കല്ല് വെച്ച് ബെഞ്ച് പ്രസ് ചെയ്യും. അങ്ങനെയാണ് തുടങ്ങിയത്.
പിന്നെ 79 ഞാൻ മലബാർ സ്പെഷ്യൽ പോലീസിലാണ് ചേർന്നത്. MSPയിലാണ് ചേർന്നത്. MSP ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ തലശ്ശേരിയിൽ ആദ്യ പോസ്റ്റിംഗ് തലശ്ശേരി അന്ന് 79-80 തലശ്ശേരി അറിയാലോ. ആ സമയത്താണ് അവിടെ ജോയിൻ ചെയ്തത്. ശുഭിതമായ സമയത്താണ്. പക്ഷേ ആ സമയത്ത് ഞാൻ അവിടെ സർക്കസ് കളരി ചോനാടത്തുള്ള സർക്കസ് കളരിയിലാണ് ആദ്യമായിട്ടൊരു ജിംനേഷ്യത്തിൽ പോകുന്നത്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അവിടെ പവിത്രൻ എന്ന് പറയുന്ന ഒരു പോലീസിൻ്റെ വണ്ടിയൊക്കെ നന്നാക്കുന്ന ഒരു വർക്ക്ഷോപ്പുണ്ട്. അതിൻ്റെ ഓണറാണ് പവിത്രൻ പഴയ മിസ്റ്റർ കേരള സെക്കൻഡ് പ്രൈസൊക്കെ കിട്ടിയ വ്യക്തിയാണ്. പുള്ളിയുടെ ഒരു ജിംനേഷ്യം ഏബ്രഷ്യൻ ജിംനേഷ്യം എന്ന് പറഞ്ഞ ജിംനേഷ്യത്തിൽ പ്രാക്ടീസ് തുടങ്ങി. അവിടെ നിന്ന് 81 മിസ്റ്റർ ഇതല്ലേ 84 അല്ലേ? 81 മിസ്റ്റർ കോഴിക്കോട്, 82 മിസ്റ്റർ കേരള, 83 മിസ്റ്റർ സൗത്ത് ഇന്ത്യ, അജിത്തെ നോക്ക 84 മിസ്റ്റർ ഇന്ത്യ. അജിത്തൊരു അസൂയോടെ നോക്കുകയാണ്. അല്ല സത്യമാണ്, ഞാൻ ആ സത്യം അംഗീകരിക്കുന്നു. ഇത്രയും സൗന്ദര്യമുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇത്രയും സൗന്ദര്യം അതല്ല, വലതുവശത്തേക്ക് നോക്ക്. അതൊക്കെ അത് നോക്ക് ഏത് രൂപത്തിലാണെന്നുള്ളത്. അതെ 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 അതെ. ഇപ്പൊ കുറച്ച് ഉടഞ്ഞോ അബുസലീമേ? ഉടയല്ല, അത് പ്രായത്തിന്റെ ഒരു ഇതുണ്ടാവില്ല. മസിലിനൊക്കെ ആ ഒരു ഫോർമേഷൻ കിട്ടണമെങ്കിൽ അത്രയും വർക്കൗട്ട് ചെയ്യണം. അന്നൊക്കെ ആ ടൈമിലൊക്കെ ഞാൻ രാവിലെ 3 മണിക്കൂറും വൈകിട്ട് 3 മണിക്കൂറും പ്രാക്ടീസ് ചെയ്യായിരുന്നു. പിന്നെ സ്റ്റിറോയിഡ് അങ്ങനെയുള്ള ബാക്കിയുള്ള ഒന്നും ഉപയോഗിച്ചു പ്രായത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും അത് അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു സത്യം തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ലാത്ത. ഞാനിപ്പം ഈ മലയാള സിനിമ കാണാൻ തുടങ്ങിയിട്ട് സീരിയസ് ആയി കാണാൻ തുടങ്ങിയിട്ട് 10-30 വർഷമേറെയായി. അന്നും അബുസലീം ഇതുപോലെയാണ്, ഇപ്പൊ ഇതുപോലെ തന്നെ. അജിത്തിന് ചെറിയൊരു മാറ്റം വന്നിട്ടേ ഉള്ളൂ, പക്ഷെ കാര്യമായ ഒരു മാറ്റമൊന്നുമില്ല. സ്വഭാവത്തിൽ മാറ്റം വന്നൊന്നും എനിക്കറിയില്ല. സ്വഭാവത്തില് തീർച്ചയായിട്ടും നമുക്ക് ഒരു ഏജ് ആകുമ്പോൾ നമുക്ക് കുറച്ച് പക്വതയും കുറെ കാര്യങ്ങളുണ്ടാവും. വരും. ഓക്കെ, സ്വാഭാവികമായിട്ടും. ഒരാൾ വരട്ടെ. നമസ്കാരം അബൂക്ക. അബൂക്കയോടുള്ള എൻ്റെ ചോദ്യം, കാരണം അബൂക്കയും ഞാനും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. കാരണം ചില സമയത്ത് കോട്ടയം നസീർക്ക വന്നിട്ട് പറയാറുണ്ട്, നിനക്ക് അബൂ സലീമിൻ്റെ ഷേപ്പാണ്, നീ എന്താ അബൂ സലീമിൻ്റെ അനിയനാണോ? എൻ്റെ മസിലൊക്കെ പിടിച്ചു നോക്കിയിട്ട് പറയും, നീ അബൂ സലീമിനെ പോലെ ആവാൻ ശ്രമിക്കുവാണോടാന്നൊക്കെ. എൻ്റെ ചോദ്യം ഇതൊന്നുമല്ല. അബൂക്കയ്ക്ക് ആരോടെങ്കിലും ഈ ബോഡി ബിൽഡിങ്ങിൻ്റെ ഇതിൽ ആരോടെങ്കിലും ആരാധന തോന്നിയിട്ടുണ്ടോ? അതാരോട്? എനിക്ക് ആരാധന തോന്നിയിട്ടുള്ളത് ആർണോൾഡ് സ്വാസ്നഗറോടാണ്. അദ്ദേഹത്തിനെ റോൾ മോഡലാക്കിക്കൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിനെ കാണുന്നത്. ഞാൻ പലപ്പോഴും വളരെ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പറഞ്ഞ ബോഡി ബിൽഡിംഗ് ഫീൽഡിൽ വന്ന് ഫസ്റ്റിൽ മിസ്റ്റർ കോഴിക്കോട് കിട്ടിയതിനു ശേഷമാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. 82 വിവാഹം അറേഞ്ച്ഡ് മാരേജ്. അപ്പം വൈഫിൻ്റെ അടുത്ത് വരെ ഞാൻ പറയുന്നുണ്ട്, ആർണോൾഡിനെ സ്വപ്നം കണ്ട് ഞാൻ സംസാരിക്കുന്നു. പുള്ളി മലയാളമൊക്കെ നന്നായിട്ട് പറയുന്നു. ഭാര്യ സ്വപ്നം കാണുന്നതിന് പകരം ആർണോൾഡിനെ സ്വപ്നം കണ്ടുകൊണ്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ അത് തന്നെയായിരുന്നു. 1-2 തവണയല്ല. അപ്പം ഞാൻ അപ്പോഴേ പറയാറുണ്ട്, ഇന്ത്യയിൽ എവിടെയെങ്കിലും പുള്ളി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി കാണുന്നു. കാരണം അവിടെ അമേരിക്കയിൽ പോയി കാണാനുള്ള അവസരം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അമേരിക്കയിൽ പോയാൽ കാണാനും പറ്റില്ല. അപ്പം ഈ പടത്തിൻ്റെ ഓഡിയോ ലോഞ്ചിന് ഇദ്ദേഹം വിക്രം അങ്ങനെ അദ്ദേഹത്തെ കാണാൻ പോകുന്നത്. വിക്രമും അബുസലീമും കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തെ ഫോട്ടോ ആണ്. പുള്ളി വർഷത്തിൽ ഒരു പ്രാവശ്യം അവിടെ വയനാട്ടിൽ വരാറുണ്ട്. ഒരു 1 വീക്ക് അവിടെ താമസിച്ചാൽ പോവുക. അജിത്തെ നോക്ക്, ഇതൊക്കെ വലിയ മുതലാണ് ആക്ച്വലി. ഈ അബുസലീമിന് ഇങ്ങനെയുള്ള സൗഹൃദങ്ങളൊക്കെ ഒരുപാടുണ്ട്. തീർച്ചയായിട്ടും അതില് നമുക്ക് അസൂയുണ്ട്. ഉള്ള കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, പക്ഷെ മസിൽ പെരിപ്പിച്ച കാണിച്ചിരിക്കുന്ന കേട്ടോ. കണ്ട, ഒന്ന് പിടിച്ചു വെച്ചിരിക്കുകയാണ്. മാക്സിമം ആ വിക്രം പിടിച്ചു വെച്ചിരിക്കുകയാണ് കമലഹാസൻ. എന്തായാലും അബുസലീമിന് ഈ മസില കൊണ്ട് ഒരുപാട് പ്രയോജനം ഉണ്ടായി. ആർണോൾഡ് വന്നു, മെഡ്രാസിൽ വന്നു, അദ്ദേഹമായിട്ട് കണ്ടു, അദ്ദേഹം ആലിംഗനം. ഇനിയിപ്പോൾ വേറൊന്നും ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം അതേപോലെ തന്നെ അദ്ദേഹവും ഈ മസിൽ കൊണ്ട് വന്ന ആളാണ്. അതറിയോ? ആർണോൾഡ് ഓസ്ട്രിയക്കാരനാണ് ശരിക്കും. അദ്ദേഹം ബോഡി ബിൽഡിങ്ങിൽ വന്ന് മിസ്റ്റർ യൂണിവേഴ്സ് കിട്ടി. അപ്പോഴാണ് പുള്ളിയുടെ പറയുന്നത്, ഇങ്ങനെ അതിനേക്കാളും വലിയൊരു കോമ്പറ്റീഷൻ ഉണ്ട്, മിസ്റ്റർ ഒളിമ്പിയ. അങ്ങനെ ഒളിമ്പിയ മത്സരത്തിന് 16-ാമത്തെ വയസ്സിലാണ് പുള്ളി ആദ്യമായി മിസ്റ്റർ യൂണിവേഴ്സ് കിട്ടുന്നത്. അതിനുശേഷം ഒളിമ്പിയയിൽ പങ്കെടുത്തു, തോറ്റുപോയി. അപ്പോഴേ പറഞ്ഞു സൈസ് വേണം, സൈസിൻ്റെ കൂടെ മസ്കുലാരിറ്റി വേണം. ഇദ്ദേഹത്തിന് വളരെ ലീനായിട്ടുള്ള ഫ്രാങ്ക്സൈൻ എന്ന് പറഞ്ഞ ആരാണ് ഇയാളെ ആ സമയത്ത് ബീറ്റ് ചെയ്തത്. പിന്നെ ബോഡി ബിൽഡിങ് ചെയ്ത് അമേരിക്കയിൽ പോയി നിന്നിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് പുള്ളി പിന്നെ മിസ്റ്റർ ഒളിമ്പിയ അടിക്കുന്നത്. 7 ടൈം മിസ്റ്റർ ഒളിമ്പിയ ആയി ഗിന്നസ് ബുക്കിൽ പേര് വന്ന ബോഡി ബിൽഡറാണ് ആർണോൾഡ് സ്വാസ്നഗർ. എന്തായാലും അബുസലീമിന്റെ ആഗ്രഹം സഫലമായി. അതിൽ ഐയും വിക്രമും നിമിത്തങ്ങളായി. ഒരു തമാശ പറഞ്ഞോട്ടെ. പത്മരാജൻ സാർ എൻ്റെ ഗുരുനാഥനാണ്. പത്മനാഭൻ സാറിൻ്റെ പപ്പേട്ടൻ്റെ ഒടുവിൽ പപ്പേട്ടനാണ് എനിക്ക്.
പപ്പേട്ടൻ്റെ പറന്ന് 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 അത് ഇത് സിനിമ അതെ. പക്ഷെ ഞാൻ പറയാൻ പറ്റുന്ന ഒരു ഹ്യൂമർ എന്ന് പറയുന്നത്, അതായത് അതിൽ സാറിൻ്റെ ഒരു പടമാണ് ഒരിടത്തൊരു ഫയൽമാൻ. അതിൽ ആദ്യ രാത്രി എന്ന് പറയുന്നത് ഒരു ഫയൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആദ്യ രാത്രി വളരെ രസകരമായിട്ടാണ് പപ്പയുടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഈ ബസ്സിലൊക്കെ വെച്ചിട്ട് ഈ ആദ്യ രാത്രിയിൽ ഈ അതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഒന്നും സംഭവിച്ചില്ല, സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടു, അത്രയുടെ സന്തോഷം. അല്ല, അത് മനസ്സിലുള്ള നമ്മുടെ അങ്ങനെയുള്ള ആരാധനയാണ്. ആ ഒരു എന്താ പറയണ്ടേ, ഒരു തരംഗമാണ്. അദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റ് ഭക്ഷണം കഴിച്ചിറങ്ങാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ലീലയിലെ ചെന്നൈയിൽ. അപ്പോൾ അദ്ദേഹം നടന്നിങ്ങനെ വന്ന് കാണാതെ യാതൊരു മാർഗ്ഗമല്ല, അത്രയും സെക്യൂരിറ്റിയും കാര്യമാണ്. പക്ഷേ ഞാൻ മുന്നിലേക്ക് നിന്നിട്ട് പുള്ളി ഇങ്ങോട്ട് വിഷ് ചെയ്തു. അതിപ്പോൾ ഞാൻ പുറകെ തിരിഞ്ഞു നോക്കിയപ്പം എന്നോട് തന്നെയാണ് എന്നുള്ളത് മനസ്സിലായപ്പോൾ എനിക്ക് അങ്ങോട്ട് അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി പിടിച്ച് ഇങ്ങനെ അടിച്ചിട്ട് പറയുകയും ചെയ്തു. അത് ആ സമയത്ത് എന്താ പറയണ്ടേ, എനിക്ക് ജീവിതത്തിൽ ഭയങ്കര, എനിക്ക് മിസ്റ്ററിൻ്റെ കിട്ടിയ സമയത്താണ് ആകെ കണ്ണ് നിറഞ്ഞിരുന്നത്. അതുപോലെ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞൊരു നിമിഷമായിരുന്നു അത്. അർണോൾഡ് പിടിച്ചോളൂ. ഭയങ്കര ലൈഫിൽ എന്താ പറയുക, മറക്കാൻ പറ്റാത്ത ആ ഒരു, ഇപ്പോഴും ആ വിഷലിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുക. ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് അവിടെ പൂവണിഞ്ഞത്. അജിത്ത് ഇത് ചെറിയ കാര്യമില്ല. എന്താ കാരണം വെച്ചാൽ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിലും ആർണോൾഡ്, രണ്ടാമത്തെ രാത്രിയിലും ആർണോൾഡ്, മൂന്നാമത്തെ രാത്രിയിലും ആർണോൾഡ്, ഭാര്യ പിടക്കി പോകുന്ന ഘട്ടം വരുന്നു. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടും ആർണോൾഡിനെ കൈവിട്ടില്ല. ആർണോൾഡിനെ ഇപ്പോഴും കൈവിട്ടിട്ടില്ല. ഇപ്പോഴും പറയുന്നത് എനിക്ക് അദ്ദേഹത്തിനോട് ഒരു പടത്തിൽ അഭിനയിക്കണം, അദ്ദേഹം ചെയ്ത പോലത്തെ ഒരു വേഷം ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴും ആഗ്രഹം. ആണോ? ആഗ്രഹമുണ്ട് എല്ലാവർക്കും സ്വാഭാവികമായിട്ടും. അബുസലീം ഇവിടെ ഈ കസേര ഇരുന്നിട്ട് എന്തെങ്കിലും ആഗ്രഹിച്ചാൽ നടക്കും. ദൈവം വളരെ നടന്നിട്ടുണ്ടെങ്കിൽ അല്ലേ? സീരിയസ് ആയിട്ടാ പറഞ്ഞു. ആയിക്കോട്ടെ, നടക്കട്ടെ. നമുക്ക് ഒരു ക്ലാപ്സിന് കൂടെ നടക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. അജിത്തിന്റെ ആദ്യത്തെ സിനിമ, എനിക്ക് തോന്നുന്നു അജിത്തിനൊരു ഒരു പുണ്യം കിട്ടിയത് പത്മരാജനെ പോലുള്ള വലിയ ഒരു ഇതിഹാസ സിനിമ മേക്കർ താങ്കളെ പോലുള്ള ആളെ കണ്ടെത്തി എന്നുള്ളതാണ്. ഒരു പക്ഷേ താങ്കളെ ഐഡന്റിഫൈ ചെയ്യാൻ പത്മരാജന് കഴിഞ്ഞു. അത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അതെല്ലാവർക്കും അങ്ങനെ ഒരു സൗഭാഗ്യം ഉണ്ടാകില്ല. അതിനകത്ത് ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ കണ്ടെത്തി എന്ന് പറയുന്നതിനേക്കാളുപരി ഞാൻ പോയി കണ്ടെത്തി. ഞാൻ സാറിനെ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ച് ഇപ്പം ഈ പറഞ്ഞ കണക്ക് അങ്ങനെ എത്രയോ പേര് കണ്ടെത്തിയാലും പോരാ, തിരിച്ച് അദ്ദേഹം കണ്ടെത്തുമ്പോഴാണ് കണ്ടെത്തലാകുന്നത്. എത്രയോ പേര് പത്മരാജന്റെ അടുത്തേക്ക് പോകുന്നുണ്ടാവും, പക്ഷെ അദ്ദേഹം തിരിച്ചു കണ്ടെത്തുമ്പോഴാണ് അതൊരു യഥാർത്ഥ കണ്ടെത്തലാകുന്നത്. ഉദാഹരണം പറഞ്ഞാല് അബുസലീം അവിടെ നിന്ന് ലീലയുടെ ലോഞ്ചിൽ നിന്ന് കഴിഞ്ഞ് ഒരുപാട് പേര് അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടാവും. തിരിച്ചുള്ള ഒരു കടാക്ഷത്തിലാണ് സംഭവം നടന്നത്. ഞാൻ വളർന്ന സാഹചര്യം എന്ന് പറയുന്നത് കൊല്ലത്ത് കടപ്പാക്കട എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ഒരു വലിയൊരു ക്ലബ്ബുണ്ട്, ഒരു റീഡിങ് ആർട്സ് ക്ലബ്ബാണ് അത്. അന്നത്തെ വലിയ കമ്മ്യൂണിസ്റ്റുകാരുടെ 2 കമ്മ്യൂണിസ്റ്റുകാരും കൂടെ ചേർന്നിട്ടൊക്കെ നടത്തുന്ന ഒരു വലിയ ഒരു ക്ലബ്ബാണ് കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുന്നത്. അവിടെയാണ് ഞങ്ങളുടെ ഒരു തട്ടകം, കലാപരിപാടികൾ. അപ്പോൾ ഞങ്ങൾ പടങ്ങൾ കാണാൻ പോകും, പല പടങ്ങളും കാണാൻ പോകും. പടങ്ങൾ കണ്ടതിന് ശേഷം വന്നിട്ട് ക്രിട്ടിസൈസ് ചെയ്യും. അപ്പോൾ പലതരത്തിലുള്ള പടങ്ങൾ, ഇൻക്ലൂഡിങ് MGRൻ്റെ ആയാലും ശരി, ശിവാജി ഗണേശൻ്റെ ആയാലും ശരി, അങ്ങനെ പല പടങ്ങൾ കാണും. അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ മാറി മാറി വരുന്നതനുസരിച്ച് എനിക്ക് ഈ പത്മനാഭ സാറിൻ്റെ കള്ളൻ പവിത്രൻ എന്ന് പറഞ്ഞ സിനിമയും, അല്ലെങ്കിൽ അരപ്പട്ട കെട്ടിയ ഗ്രാമം, ഇങ്ങനെയൊക്കെയുള്ള സിനിമകളെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു സിനിമാ സങ്കല്പം, അന്ന് ഞാൻ ആക്ച്വലി ഒരു ഫുട്ബോളറാണ്. ഫുട്ബോളറാണ് ഞാൻ. ഫുട്ബോൾ കളിക്കുന്ന ഒരാളാണ്. ആൾ ഗെയിംസ്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ, രണ്ടും സ്പോർട്സ്മാനാണ് ഞാൻ. അപ്പോൾ ഒരു കലാകാരനും ഒരു കായിക താരവും കൂടിയാണ്. ചെറിയ ആളല്ല. ഇൻഡോർ ഗെയിംസും കൂടെ അതിലും ഞാൻ മിടുക്കനാണ്. ഇൻഡോർ ഗെയിംസ് ചെറിയ ആളല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരാള് സിനിമയിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ആക്ടിങ്ങിനെ പറ്റി എനിക്ക് അത്ര വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ നമ്മുടെ പൂജപ്പുരയിൽ പോയി പുള്ളിയെ പോയി കാണുമ്പോൾ ഞാൻ അതിനു മുമ്പ് ഞാൻ വേറെ 1-2 ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ പോയി കണ്ടു. പക്ഷെ അവരൊക്കെ പറഞ്ഞു, എടാ പോടാന്നുള്ളു. ഇവിടെ അന്നത്തെ കാലത്ത് 1980-ലെ കാര്യം ഞാൻ പറഞ്ഞു. അതവിടെ അതൊക്കെ പറഞ്ഞു നമ്മൾ ഓടിച്ചു വിടുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ പത്മനാഭനെ കാണാൻ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പുള്ളിയുടെ ചേച്ചി, അതായത് വൈഫാണ്, കഥ തുറന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പത്മനാഭ സാറിന് എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ, എനിക്ക് കാര്യം പറയാൻ അറിയില്ല, എനിക്ക് സാറിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനെ പപ്പേട്ടൻ വന്നു. അപ്പോൾ പെണ്ണിൻ്റെ വരവ് എനിക്ക് ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെ പപ്പേട്ടൻ വരുന്നു, ഇരിക്കാൻ പറയുന്നു. നമ്മളിപ്പോൾ സാധാരണ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ, എവിടെ നിന്ന് വരുന്നു, ഇതൊക്കെയല്ലേ നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്.
പപ്പേട്ടൻ എന്ന് പറയുന്ന തിരക്കഥാകൃത്തിനേക്കാളും പപ്പേട്ടൻ എന്ന് പറയുന്ന ഡയറക്ടറെക്കാളും ഞാൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മനുഷ്യനാണ്. ഒരു ഹ്യൂമൻ ബീങ്ങിനെ കണ്ടത് ഭയങ്കരമായിട്ട് എനിക്കത് ഫീൽ ചെയ്തു. കാരണം ഇരിക്കൂ എന്ന് പറഞ്ഞതിന് ശേഷമാണ് എൻ്റെ പേര് ചോദിക്കുന്നതും എന്താണ് വന്നത്, എന്താണ് ഉദ്ദേശം. ഞാൻ പറഞ്ഞ എനിക്ക് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല, പക്ഷേ ഞാൻ സാറിൻ്റെ സിനിമകളൊക്കെ കാണാറുണ്ട്, എനിക്ക് സാറിൻ്റെ കൂടെ നിൽക്കണം ഒന്നുണ്ട്. അത് ക്യാമറമാനായിട്ട് പഠിക്കാനാണോ അതല്ല സാറിൻ്റെ കൂടെ ഒരു അസിസ്റ്റൻ്റായിട്ട് നിർത്താനോ എങ്ങനെങ്കിലും എന്തെങ്കിലും എനിക്ക് സിനിമ താല്പര്യമുണ്ട്, സാറിൻ്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു. അജിത്തെ എൻ്റെ കൂടെ ഇപ്പം 10-12 അസിസ്റ്റൻസ് ഉണ്ട്. അന്നത്തെ കാലത്തൊക്കെ 10-12 അസിസ്റ്റൻസാണ്. അതിൽ കെ മധു ആണ് അന്ന് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ക്ലാബ് ബോർഡൊക്കെ അടിക്കുന്നത് സുരേഷ് ഉണ്ണിത്താനൊക്കെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവർ ആരെങ്കിലും ഒരാൾ ഒരു വേക്കൻസി വരുമ്പോൾ നിനക്ക് ഞാൻ നിർത്താം, നിന്നെ ഞാൻ എൻ്റെ കൂടെ നിർത്താം, എനിക്ക് അഭിനയിച്ചുകൂടെ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല സാർ. അതൊന്നും കുഴപ്പമില്ല, എനിക്ക് അഭിനയിക്കാം. അപ്പോൾ ഇത് പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എനിക്കത് മറക്കാനും പറ്റില്ല, മറച്ചു വയ്ക്കാനും പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിൻ്റെ കണ്ണുകളൊക്കെ മനോഹരമാണ്, നിനക്ക് നല്ലൊരു വേഷമൊക്കെ ചെയ്യാം, നീ നിനക്ക് ഞാനൊരു വേഷം തരാം. ആ വാക്ക് അദ്ദേഹം പറയുകയും അത് അതുപോലെ പാലിക്കുകയും ചെയ്തു. പിന്നെ ഒടുവിൽ എനിക്ക് എൻ്റെ പപ്പേട്ടനായി മാറുന്നു. ഞാൻ മമ്മൂക്കായ്ക്കും ലാലേട്ടനും എതിരെ ഒരു നടനെ കൊണ്ടുവരികയാണ്, നീ അവനെ കണ്ടോ എന്നൊക്കെ ചോദിച്ചു. നീയുണ്ട് ആ പടത്തിൽ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുകയും ഞാൻ ആലപ്പുഴ ചെല്ലുകയും, ഞാൻ ആ പടത്തിലുണ്ട്, ആ പടത്തിന് ഞാൻ ചെല്ലുന്നു. അതാണ് അപരൻ എന്ന് പറഞ്ഞ സിനിമ. അവിടെ വെച്ച് എന്നെ കാണിക്കുകയാണ് ഈ ജയറാമിനെ. അപ്പോൾ അത്രത്തോളം ഒരു ആത്മബന്ധം ഞാനും പപ്പേട്ടനുണ്ട്. പപ്പേട്ടൻ്റെ വിയോഗം ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ നഷ്ടമാണ്. ഒരുപക്ഷെ പത്മനാഭനെ പോലൊരാൾ തലോടിയ ഒരു വ്യക്തി എത്തപ്പെടേണ്ടത് ഇവിടെ ആയിരുന്നു എന്നൊരു സംശയം. ഈ അടുത്ത കാലത്ത് ഒരു സെക്കൻഡ് ഇതാ നോക്കട്ടെ, ഞാൻ പറഞ്ഞൊന്നും വേണ്ട, ഇനി വേറെ ആരൊക്കെ പറയാൻ വേണ്ടി തിപ്പുണ്ട്. ഒരു നടൻ എന്നുള്ള നിലയിൽ വലിയ കഴിവുകളുടെ ഉടമയാണ് അയാൾ. ആ മുഖവും ആ വലിയ കണ്ണുകളും ആ ശബ്ദവും എന്തിന് ആ ശരീരവും ഒക്കെ ഒരു നല്ല നടൻ്റെ ചേരുവകൾ ആണ്. പക്ഷെ എന്തോ മലയാള സിനിമയിൽ അജിത്തിനെ വേണ്ട മട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അജിത്തിന് വേണ്ട മട്ടിലുള്ള അംഗീകാരം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ആ നടൻ്റെ സിദ്ധികൾ മലയാള സിനിമ ചൂഷണം ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇത് സ്ഫടികം കഥ എഴുതിയ ഡോക്ടർ രാജേന്ദ്ര ബാബു സാറാണ്. യഥാർത്ഥ വലിയൊരു സിനിമയായിരുന്നു, ബ്രേക്കായിരുന്നു അത്. സാർ എനിക്കൊരു വേഷം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു, എനിക്കൊരു പടത്തിലൊരു വേഷം തന്നായിരുന്നു, ഒരു നല്ല വേഷം എനിക്ക് തന്നു. ഒരാളും കൂടെ വരട്ടെ. ഈ 80 കാലഘട്ടത്തിലാണ് അജിത് കൊല്ലം എന്ന ഒരു യുവാവ്, ഒരു കൊച്ചു പയ്യൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ആളെന്നുള്ള രൂപത്തിൽ അദ്ദേഹം എന്നെ വന്ന് കാണുന്നു. സിനിമയിൽ അഭിനയിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുന്നു. ഞാൻ അജിത്തിൻ്റെ അടുക്ക പറഞ്ഞു, ചെറുപ്രായമാണ്, സിനിമാ രംഗത്തെപ്പറ്റി അവനോട് തലയ്ക്ക് ഒരു പിടിച്ചിട്ടുണ്ട്, പക്ഷേ എങ്കിൽ പോലും ആ രംഗത്തെപ്പറ്റി കൂടുതൽ കുട്ടിക്കറിയാൻ വയ്യ, അതുകൊണ്ട് ഇതിനെപ്പറ്റി നീ പഠിക്കുക, നീ മുന്നോട്ട് ഇതൊരു ജീവിതമാർഗമായിട്ട് എടുക്കണ്ട, പക്ഷേ ഒരു തരത്തിലും പിന്മാറാൻ തയ്യാറില്ല, സാറൊരു എനിക്കൊരു അവസരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വർക്ക് ചെയ്ത എല്ലാ പടങ്ങളിലും വളരെ കൃത്യമായിട്ട് എല്ലാ പടങ്ങളിലും അരോമ മൂവീസിൻ്റെ 10-40 പടങ്ങളെ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ പടങ്ങളിലെല്ലാം തന്നെ അജിത്തിന് ഒരു വേഷം ഞാൻ റിസർവ് ചെയ്യുകയായിരുന്നു. അതുപോലെ വിജയ മൂവീസിൻ്റെ, മുനോത്ത് വിജയുടെ, അങ്ങനെ എൻ്റെ കുറേ സ്ഥിരം പാക്കറ്റ്സ് ഉണ്ടായിരുന്നു. ആ പാക്കറ്റ്സിലൊക്കെ ഞാൻ അജിത് കൊല്ലത്തിനെ ഞാൻ പരിചയപ്പെടുത്തി അവരുടെ ചാൻസ് കൊടുക്കുകയും ചെയ്യും. എന്താ തോന്നിയിട്ടുണ്ട്, സിനിമാ രംഗത്ത് ഒരു ഭാഗ്യവാനല്ല, ഒരു നിർഭാഗ്യവാനാണ് ഈ പാവം അജിത്ത്. കാരണം എത്തേണ്ട സ്ഥാനത്ത് എത്തിയില്ല എന്നൊരു ദുഃഖം അദ്ദേഹത്തോടൊപ്പം തന്നെ എനിക്കുമുണ്ട്. ഒരു പക്ഷേ ഈ പുതിയ മേഖല സംവിധായകൻ്റെ മേലങ്കി അണിഞ്ഞ സന്ദർഭത്തിൽ ഒരു മാറ്റം വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരാളും കൂടി വരാൻ താല്പര്യപ്പെടുന്നു, നോക്കട്ടെ ആരാണെന്ന് നോക്കട്ടെ. അജിത്തേ, കൊച്ചുറവനാണ്. മലയാള സിനിമയിലെ ഒരു കാലത്ത് ഇന്നത്തെ സൂപ്പർ സ്റ്റാറുകൾ സൂപ്പർ ആകുന്നതിന് ആ കാലഘട്ടത്തിൽ പുതിയ ഒരാൾ കടന്നു വരുന്ന ഒരു കാഴ്ച എനിക്ക് പണ്ട് കാണാനുണ്ട്. അന്ന് അത് പറയാൻ കാര്യം, അന്ന് ഉള്ള സിനിമാ വീക്കിലികളുടെ കവർ പേജിൽ വളരെ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ കൊല്ലത്തുനിന്ന് അജിത്ത് എന്നാണ് അന്ന് ഞാൻ കേട്ടിരുന്നത്. ആ അജിത്ത് എൻ്റെ ആ വരവ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സൂപ്പർ സ്റ്റാറുകളെയൊക്കെ കടത്തി വെട്ടി നാളത്തെ സൂപ്പർ സ്റ്റാറായി മാറും എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് ഈ എല്ലാ കഴിവുകളും ഉള്ള അജിത്തിന്
പിൽക്കാലത്ത് അത്തരങ്ങളുള്ള വേഷം കിട്ടാത്തത് കൊണ്ടാണോ, എന്തുകൊണ്ടാണോ മലയാള സിനിമയിൽ ഒരു ഇന്നത്തെ സൂപ്പർ സ്റ്റാറുകൾ അല്ലെങ്കിൽ ഒരു അറിയപ്പെടുന്ന പ്രസിദ്ധമായ ഒരു സ്റ്റാർ ഡാമിലേക്ക് വരാൻ അജിത്തിന് കഴിഞ്ഞില്ല? അതെൻ്റെ ഒരു ചോദ്യമാണ്. അതിനൊരു ഉത്തരം കിട്ടിയേക്കൊള്ളാം. അജിത്തെ, സിനിമയുടെ വിവിധ തുറകളിൽ സേവനമനുഷ്ഠിക്കുന്ന 3, അതിൽ ചുനക്കരയൊക്കെ വളരെ പ്രധാനപ്പെട്ട 3 വ്യക്തികളുടെ ആത്മാർത്ഥമായിട്ടുള്ള അപഗ്രഥനമാണ്. ഈ അജിത്തിന് മലയാള സിനിമയിൽ കിട്ടേണ്ട ഒരു ഇടം കിട്ടാതെ പോയോ ഇല്ലയോ? പോയോ ഇല്ലയോ എന്നാണ്. ഈവൻ മലയാളികൾക്ക് ഒരുപാട് എന്താ പറയുക അനുഭൂതിയുടെ തലം പ്രദാനം ചെയ്ത സിൽക്ക് സ്മിത പോലും പറഞ്ഞിട്ടുണ്ട്, അജിത്തിൻ്റെ കണ്ണുകളിൽ ഞാൻ ഒരുപാട് വായിച്ചു എന്ന്. ഒരുപക്ഷെ അജിത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു അനാട്ടമിയാണ് ഇവിടെ നടക്കുന്നത്. അജിത്തുള്ള കലാകാരനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പച്ചക്ക് മനസ്സിലാക്കുകയാണ്. 10-600 സിനിമയിൽ അജിത്ത് അഭിനയിച്ചു. ഈ നുറുകുകളിലാണോ യഥാർത്ഥത്തിൽ അജിത്ത് അഭിനയിക്കേണ്ടത്? ഇത്രയും അവസരങ്ങൾ അജിത്തിന് വന്നപ്പോൾ എവിടെയൊക്കെ എത്തപ്പെടാമായിരുന്നു? എവിടെയോ ഒരു പിഴവ്, ഒരു പാളിച്ച സംഭവിച്ചു. ഒരു ദുഃഖമുണ്ടോ? തീർച്ചയായിട്ടും. ഇടയ്ക്ക് കരയാറുണ്ടോ? ഇപ്പം തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞല്ലോ. എന്നെ ഇപ്പോഴത്തെ ജീവിച്ചിരിക്കുന്ന എൻ്റെ ഗോഡ് ഫാദർ ആണ് അദ്ദേഹം, ഈ ചുനക്കര രാമൻകുട്ടി ചേട്ടൻ. അദ്ദേഹം ഞാൻ ഫോണിൽ കൂടെയുള്ള ബന്ധമാണ് പലപ്പോഴും. എനിക്കിപ്പോഴും തിരുവനന്തപുരത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പടമൊക്കെ ഉണ്ടോ അജിത്തെ, കുടുംബം എങ്ങനെയാണ്, മറ്റേത് എങ്ങനെയാണ്, മറിച്ചാണ്, ഇതെല്ലാം ചോദിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ കൊച്ചുപ്രേമൻ ചേട്ടൻ അതുപോലെ സെറ്റ് വെച്ച് കാണുമ്പോൾ ചോദിക്കടാ, നിന്നെ കാണുമ്പോഴൊക്കെ എനിക്ക് വിഷമമാടാ, നീ എന്താടാ രക്ഷപ്പെടാത്ത എന്ന് ചോദിക്കാറുണ്ട്. നിനക്ക് അത്യാവശ്യം അഭിനയിക്കാനൊക്കെ അറിയാം, ഇവിടെ ഒരു പടത്തിലൊക്കെ അഭിനയിച്ചവൻ്റെയൊക്കെ ജാടയും പോക്കും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. നീ 10-600 സിനിമയിൽ അഭിനയിച്ചു, നന്നായിട്ട് അഭിനയിക്കാൻ കഴിവുണ്ട് നിനക്ക് പല കഴിവുകളും ഉള്ളവരുത്, നിനക്ക് എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് എന്നോടൊരു പുച്ഛം തോന്നാറുണ്ട്, എന്ത് പറ്റി എനിക്കെന്നാണ്. പിന്നെ സിനിമയിലൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് എന്താണെന്ന് ഞാൻ പറയാതെ ബ്രിട്ടാ സാറിന് അറിയാമായിരിക്കാം. പക്ഷേ ആരെയും ഞാൻ കുറ്റം പറയുന്നൊന്നുമില്ല. അതിജീവിക്കാനുള്ള ഒരു പ്രാപ്തി എനിക്ക് ഇല്ല എന്ന് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സമാധാനിക്കാം. അത് പലപ്പോഴും എന്നോട് പലരും പറഞ്ഞു. നമുക്ക് എത്ര രാത്രികളിൽ അജിത്ത് ഈ ഒരു കാര്യം ഓർത്തിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടൊരു സൗഭാഗ്യത്തെക്കുറിച്ച് ഓർത്തിട്ട് വിങ്ങിപ്പൊട്ടിയിട്ടുണ്ട്. ഒരുപാട് രാത്രികളിൽ വിങ്ങിപ്പൊട്ടിയിട്ടുണ്ട്. എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് തമിഴ് സിനിമയിലെ ഒരു പ്രധാന വേഷത്തിൽ എന്നെ അഭിനയിക്കാൻ വിളിക്കുകയും, ആ സിനിമ എന്ന് പറയുന്നത് തമിഴ്നാട് മുഴുവൻ ഗോളിലൊക്കെ സൃഷ്ടിച്ച ഒരു സിനിമയാണ്. അതിലൊരു പ്രധാന വില്ലനായിട്ട് ഞാനായിട്ടൊന്നുമല്ല, IV ശശിയേട്ടൻ്റെ ഒരു പടത്തിൽ അഭിനയിച്ചിട്ട് അത് കണ്ടിട്ട് ഒരു RK സെൽവമണി അദ്ദേഹമാണ് എന്നെ ആരോ വിട്ട് വിളിപ്പിക്കുന്നൊരു പടമാണ്. അത് ക്യാപ്റ്റൻ പ്രഭാകർ എന്ന് പറഞ്ഞ സിനിമയാണത്. ഇപ്പോൾ 20 വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ടോ. അതിനകത്തെ ആ മൻസൂർ അലി ഖാൻ്റെ ക്യാരക്ടർ എന്നെയാണ് ഫിക്സ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്. അതിനുശേഷം എന്നെ മതി പുള്ളിക്ക്. ഡയറക്ടർ ഒറ്റ ഇതിൽ പറയുകയാണ്, എനിക്ക് അജിത്ത് മതി, നിങ്ങൾ മതി, നിങ്ങളാണ് ആ ക്യാരക്ടർ ആപ്റ്റ് എന്നൊക്കെ പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും പിന്നെ എന്താണ് നടന്നതെന്നൊന്നും എനിക്കറിയില്ല. എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു, എൻ്റെ ഡേറ്റ് അവർ ബ്ലോക്ക് ചെയ്തു, പിന്നെ വിളിച്ചില്ല. പിന്നെ വേറൊരാൾ ചെയ്യുന്നു, പിന്നെ ആ പടം വമ്പൻ ഹിറ്റാവുന്നു. അതേപോലെ തന്നെ P. വാസുവിൻ്റെ ഒരു പടത്തിൽ ഇതുപോലെ എന്നെ വിളിച്ചു. ഞാൻ പോയി ലൊക്കേഷനിൽ പോയി അഭിനയിച്ചപ്പോൾ എന്നോട് P. വാസു സാർ പറഞ്ഞ ഡയലോഗ് ഇതാണ്, ഇവിടെ ഒരു പടത്തിൽ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു ഷോട്ട് കഴിഞ്ഞാൽ ഉടനെ AC റൂമിൽ പോവും, അവിടെ പോയിരുന്ന് വീശും. ഞാൻ അജിത്തിനെ വന്നപ്പോൾ മുതലേ ശ്രദ്ധിക്കുന്നു, അജിത്ത് മാറി അവിടെ ഒരു കസാര ഇട്ടിരിക്കുന്നു. അങ്ങനൊന്നും പോരാ, നീ നല്ല സ്മാർട്ടായിട്ടിരിക്കണം, നിന്നെ നല്ല നടനാണ്, നിനക്ക് ഞാൻ പറഞ്ഞ പോലെ നീ എല്ലാം ചെയ്തു കഴിഞ്ഞു, എന്താ നിനക്കുള്ള കുഴപ്പം എന്നെല്ലാം പറഞ്ഞു. എന്നെ അന്നത്തെ വലിയ നടന്മാരായ 2-3 നടന്മാരുടെ ഷോട്ടിൽ ബാലൻസ് വെച്ചിട്ട് എന്നെ അദ്ദേഹം അയക്കുകയാണ് കേരളത്തിലേക്ക്, ഒരു പടത്തിലേക്ക് അയക്കുകയാണ്. മദ്രാസിലാണ് ഷൂട്ടിങ്. ആ ഷെഡ്യൂൾ കഴിഞ്ഞ് അടുത്ത ഷെഡ്യൂൾ വരികയാണ്. ഞാൻ പോലും അറിയാതെ ആ ഷെഡ്യൂൾ വരുന്നത്. എനിക്ക് ആ ഷെഡ്യൂൾ സമയത്ത് ഞാൻ വേറൊരു പടത്തിലേക്ക് കുടുങ്ങി പോവുകയാണ്, അസുരവംശം എന്നും പറഞ്ഞു. എനിക്ക് ആ ഒരു ദിവസം ഇങ്ങനെ എനിക്ക് എപ്പോഴും സംഭവിക്കുന്നതാണ്. ഒരു ദിവസം തന്നെ ആ പടത്തിൻ്റെ ഷൂട്ടിംഗ് വരികയും ഈ പടത്തിൻ്റെ ഷൂട്ടിങ്ങിൽ നിന്ന് പോകാൻ പറ്റാതെ വരുന്ന അവസ്ഥയും വരികയും ഒടുവിൽ ആ പടത്തിൽ നിന്ന് ഞാൻ മാറേണ്ടി ഔട്ടാവുന്നു. അജിത്ത്, നമുക്ക് തിരിച്ചു വരാം. ഒരുപക്ഷെ സിനിമയിൽ ഇങ്ങനെയുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. അബു സലീം ഒരുപക്ഷെ നിങ്ങളുടെ ഒരു അനുജനായിട്ടാണ് മലയാളത്തിലേക്ക് വരുന്നത്. കാരണം വെച്ചാൽ നിങ്ങളെക്കാളും ചെറുപ്പമാണ് അല്ലേ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ വേണ്ട ഒരേ പ്രായക്കാരെന്ന് വെക്കാം. ശരിക്കും മൂത്തത് അബു സലീമാണ്. അതെ.
ഒരു സിനിമയിൽ മൂപ്പുള്ളത് അജിത്തിനാണ്. സിനിമയിൽ അങ്ങനെ അങ്ങനെ പറയാം, ഞാനാണ് കൂടുതൽ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതും കൂടുതൽ പെട്ടെന്ന് ഇപ്പോൾ പ്രശസ്തനായതും ഞാനാണ്. അതായത് ഞാൻ പറഞ്ഞ 1989 ഞാൻ നായകൻ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ അബു സലീമിന് അജിത്തിനേക്കാളും എളുപ്പമാണെന്ന് വിചാരിക്കുള്ളൂ. അതാണ് കോഴിമുട്ടയുടെ ബലമാണെന്ന്. അതാണ് ആ അസൂയ ഞാനിപ്പോഴും സൂക്ഷിക്കുന്ന അസൂയ. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ തന്നെ നിൽക്കട്ടെ. നല്ലൊരു സുഹൃത്തിൻ്റെ ഒരു ആരോഗ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഈ പറഞ്ഞ ഒരു ഐശ്വര്യമൊക്കെ നിലനിർത്തുന്നതിൽ എനിക്ക് അങ്ങനെ മറ്റാരോടും അങ്ങനെ കടുത്ത ഇതൊന്നും ഉള്ള ഒരാളാണ്. പക്ഷെ പലരും ഉപദേശിച്ചില്ല അജിത്തെ ശരീരമൊക്കെ നോക്കണമെന്നൊക്കെ. ശരീരം മമ്മൂക്ക പോലും ഉപദേശിച്ചിട്ടുണ്ടാവില്ലേ? ഉണ്ട് മമ്മൂക്ക ഉപദേശിച്ചിട്ടുണ്ട്, പലരും ഉപദേശിച്ചു. മമ്മൂക്കേനെ തിരിച്ചുപദേശിക്കുന്ന ആളാണ് ഇപ്പൊ അബു സലീം. അത് കഴിക്കരുത്, ഇത് കഴിക്കണം, അത് കഴിക്കണം, ഇതാണങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പൊ. അതായത് അബു സലീമിനെ കൂടെ നിർത്തുന്ന കാരണം എന്താ അറിയോ? ചില ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ കൃത്യനിഷ്ഠ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പക്ഷേ ഈ ഭക്ഷണ കാര്യത്തിലും ശരീരത്തിന്റെ കാര്യത്തിലും മമ്മൂക്കയായിട്ടൊരു സമവാക്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് മമ്മൂക്കയുടെ ജീവിത രീതിയും മമ്മൂക്കയുടെ ഒരു സ്വഭാവ രീതിയും ഒരുപാടൊന്നും ഇല്ലെങ്കിലും അഭിനയത്തിൻ്റെ കാര്യം നമുക്ക് മാറ്റി വയ്ക്കാം. പക്ഷെ മറ്റു ചില കാര്യങ്ങളിൽ ഞാനൊരു 10% അനുകരിക്കുന്ന ആളാണ്. വരട്ടെ. ഡാഡി എപ്പോഴും വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ എപ്പോഴും മമ്മൂക്കയായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടക്കുന്ന കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് പറയാറുണ്ട്. എന്താ ഇത്ര മമ്മൂക്കയായിട്ട് ഇത്ര അഫെക്ഷൻ? അജിത്തിന്റെ മകളാണ്. ഞാനീ പറഞ്ഞ അത് തന്നെയാണ് അതിൻ്റെ ആൻസർ. കാരണം ഞാൻ വന്ന കാലം മുതൽ തന്നെ എനിക്ക് മമ്മൂക്കയോട് ഒരു അഫെക്ഷൻ ഉണ്ട്. അടി മേടിച്ചിട്ടുണ്ടല്ലേ മമ്മൂക്കയുടെ? ഇല്ല, മമ്മൂക്ക അങ്ങനെ അതെ അല്ല, അത് നമ്മൾ ചെയ്യുന്ന ക്യാരക്ടറിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് മമ്മൂക്കയെക്കുറിച്ച്. മമ്മൂക്കയെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവുള്ള ഒരു ചെറുപ്പക്കാരൻ ആണെന്ന് മമ്മൂക്കയ്ക്ക് ബോധ്യമായാൽ അവൻ ആരോ ആയിക്കോട്ടെ, അവൻ ഡയറക്ടറോ അല്ലെങ്കിൽ മേക്കപ്പ്മാനോ അല്ലെങ്കിൽ അവൻ ആരോ ആയിക്കോട്ടെ, അവന് കഴിവുണ്ടെന്ന് ഒരു ബോധ്യം മമ്മൂക്കയ്ക്ക് വന്നാൽ തീർച്ചയായിട്ടും മമ്മൂക്ക അവനെ സപ്പോർട്ട് ചെയ്യും, അവനെ റെക്കമെൻഡ് ചെയ്യും. ഇത് നഗ്നമായ സത്യമാണ്. നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ വന്ന കാലം മുതൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മമ്മൂക്ക എന്നെയും റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൂ പടത്തിൽ. അവൻ കഴിവുള്ളൊരു ചെറുക്കനാണ്. അവൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു പടത്തിൽ അഭിനയിച്ചു, ഈ ലോകം ഇവിടെ കുറേ മനുഷ്യർ എന്ന് പറഞ്ഞിട്ട് വാച്ചിക്കടുത്ത് പറയുന്നത് സിദ്ദിഖ്, ഇപ്പോഴത്തെ വലിയ ഡയറക്ടർ സിദ്ദിഖ് എന്നോട് വന്ന് പറഞ്ഞതാണ്. അജിത്തിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായം മമ്മൂക്ക അവിടെ പറയുന്നു. മാർക്കറ്റിലെ ഷൂട്ടിങ്ങിൽ അവൻ വന്ന് ഡയലോഗ് പറയുന്നുണ്ട് മമ്മൂക്ക അടുത്ത് ഈ റഹ്മാനുള്ള ഒരു സീനിനകത്ത്. അന്ന് മുതൽ അപ്പോൾ അങ്ങനെ പറയുന്ന വളരെ അപൂർവ നടന്മാരിൽ ഒരാളാണ് അബു സലീം. സിനിമയിലേക്ക്, അതായത് ഈ പറഞ്ഞ കൽപ്പറ്റ, വയനാട്, ഇതൊന്നും സിനിമയുടെ ഒരു ഭൂപടവുമായി ബന്ധപ്പെട്ടതല്ല. ഇവരുടെ ഈ കൊല്ലം, തിരുവനന്തപുരം, എറണാകുളം എന്നൊക്കെ പറഞ്ഞ ഈ കലാകാരന്മാരുടെ ഒരു വലിയ കേളി രംഗമാണ്. പ്രത്യേകിച്ച് നാടക രംഗത്തും കടപ്പാക്കട, കൊല്ലം എന്നൊക്കെ പറഞ്ഞ വലിയ ഈ കലാകാരന്മാരുടെ ഒരു നാടാണ്. അബു സലീമിന് അങ്ങനത്തെ യാതൊരു പാരമ്പര്യമില്ല, കുടുംബപരമായി യാതൊരു പശ്ചാത്തലവുമില്ല. എങ്ങനെ ഇതിനകത്ത് വന്ന് ചാടി? സിനിമ ചെറുപ്പം മുതൽ സിനിമ ആണെന്ന പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഭാഷ പറയും ഇബിലീസിന്റെ ലോകത്തേക്ക് എങ്ങനെ വന്ന് പെട്ടു? അല്ല, സിനിമ കണ്ടു കഴിഞ്ഞാൽ അന്ന് അടിയാണ്. അപ്പോൾ ക്ലാസ് കട്ടിച്ചിട്ടൊക്കെ പോവുക. രാത്രി പോയി കഴിഞ്ഞാൽ ഷോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വാതിൽ പൂട്ടും ഫ്രണ്ടിൽ. അപ്പം ബാക്കിൽ ഞാനും ജ്യേഷ്ഠനും കൂടിയാണ് പോവുക. ബാക്കിൽ ഒരു പത്തായപ്പുര പോലത്തെ ഒരു സ്ഥലമുണ്ട്, അവിടെ കയറി കിടക്കും. അപ്പം വയനാട്ടിലെ തണുപ്പുമല്ലേ, നേരം വെളുപ്പിക്കൽ ഭയങ്കര പണിയാണ്. നേരം വെളുത്ത് കഴിഞ്ഞാൽ വാപ്പ എണീറ്റ് വന്നു കഴിഞ്ഞാൽ രാവിലെ എണീക്കുന്ന അടി കൊണ്ടിട്ട് എണീക്കുക. അടിച്ചിട്ട് പോയ ഒരുപാട് അടി കൊണ്ടു. അപ്പോൾ സിനിമയോട് അത്രയും താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ പക്ഷെ സിനിമയായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ എൻ്റെ ഉമ്മാൻ്റെ വീട് നിലമ്പൂർ ബാലൻ എന്ന് പറയുന്ന നടനുണ്ടായിരുന്നു. ബാലേട്ടനൊക്കെ എപ്പോഴും വീട്ടിൽ വരും. അതുപോലെ ബാബുരാജ് ബാബുരാജനൊക്കെ വളരെ ചെറുപ്പം മുതൽ നമ്മൾ കണ്ട് നമ്മുടെ വീട്ടിൽ വന്ന് പുള്ളി ഗാനമേളയും പരിപാടികളും. അങ്ങനെയാണോ അബു സലീം പാട്ടൊക്കെ പാടി തുടങ്ങിയത്? പാട്ട് എനിക്കറിയില്ല അജിത്തെ, ഞാൻ ഇന്നേ വരെ നുണ പറഞ്ഞ് കേട്ടിട്ടില്ലല്ലോ. ഇല്ല, നോക്കട്ടെ. മലയാള സിനിമയിൽ പോലും അല്ലെങ്കിൽ അബുവിനെ അറിയുന്നവർക്ക് പോലും അറിയാൻ പാടില്ലാത്ത ഒരു സത്യമുണ്ട്. അബു വളരെ ഗംഭീരമായിട്ട് പാടാൻ അറിയാവുന്ന ഒരു ഗായകനും കൂടിയാണ്. പല പരിപാടികൾക്ക് നമ്മൾ വീട്ടുകളിൽ കൂടാൻ നേരത്ത് അബു നന്നായി പാടാറുണ്ട്. അല്ല, ഗംഭീരമായിട്ട് പാടും. അത് വേണമെങ്കിൽ ഇപ്പോൾ ഒരു 4 വരി പാടാൻ പറഞ്ഞാൽ ചിലപ്പോൾ അബു നന്നായിട്ട് പാടും. അതൊരു ജനങ്ങൾക്ക് അറിയാത്തൊരു സംഭവമല്ലേ. അബുവിനെ കൊണ്ട് വേണമെങ്കിൽ 4 വരി പാടിക്കാം. ഇല്ല, അത് ആദ്യം ഒരു പൊറോട്ടയും ബീഫും ഒരു പണി തന്നു, രണ്ടാമത്തെ പണിയും കൂടെ തന്നു ക്യാഷ്. ഇത് നേരിട്ട് കാണുമ്പോൾ ആക്കി കൊടുത്തോളാം. അബു സലീമിന്റെ കൈവച്ച് കഴിഞ്ഞാൽ പിന്നെ അശോകൻ ജീവനുണ്ടാവും. അതല്ല, ആ പണിയല്ലേ. പക്ഷെ എങ്കിൽ പോലും അബു സലീം, ഞാൻ ഒരു കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ പറയുക, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ കാര്യങ്ങൾ ചെയ്യണം.
ഇവൻ നമുക്കിട്ട് പണി തരാൻ വേണ്ടി ഇത് പറഞ്ഞെങ്കിൽ പോലും ഇവനിട്ട് പണി കൊടുക്കാൻ വേണ്ടി രണ്ടുപേരും അങ്ങ് പാടണം. അതാണ്. അല്ല എനിക്കെന്താ പറയാ, പാടാൻ വളരെ ഞാൻ പാട്ട് അബു വളരെ സലീം എന്തോന്ന് അബു സലീം? അല്ലല്ല വളരെ ആസ്വദിക്കുന്ന ഒരാളാണ്. പക്ഷെ അത് പാടുന്നത് പാട്ടിനൊക്കെ അതിൻ്റെതായിട്ടുള്ളൊരു മഹത്വമുണ്ട്. ഞാൻ പറയല്ലേ, കലാകാരന്മാരാണെങ്കിൽ തന്നെ ഇപ്പൊ ഒരു അഭിനയം ചെറിയൊരു സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് അത് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഒരു സെക്കൻഡ്, ഞാൻ പറയട്ടെ, ദാസേട്ടന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി അല്ല ഇപ്പൊ പ്രേക്ഷകർ ഇരിക്കുന്നത്. ഇപ്പൊ പ്രേക്ഷകർ അല്ല പറയട്ടെ, അപ്പം ഒരു അഭിനയമാണെങ്കിലോ ഇനിയിപ്പോ ഒരു ഡാൻസ് ആണെങ്കിലും തന്നെ അതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് പാട്ടതല്ല, അത് ദൈവികമായിട്ട് കിട്ടുന്നൊരു കാര്യമാണ്. അല്ലാതെ പാടാൻ കഴിയില്ല. അജിത്തെ അങ്ങനെ എനിക്ക് അങ്ങനെ രണ്ടുപേര് പാടത്തെ ഇത് അപ്പൊ അതിനെ മോശമാക്കാൻ ഞാൻ ആളല്ല. ഓക്കെ, അജിത്ത് പാടും. റെഡി? ഏതൊക്കെയാലും മൈക്ക് വേണ്ടേ? മൈക്ക് വേണ്ട, അങ്ങ് മൈക്ക് കൂടെ ഉണ്ടല്ലോ. റെഡി? ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗായകന്മാരിൽ ഒരാളാണ് ജയചന്ദ്രൻ ചേട്ടൻ. ജയേട്ടൻ്റെ എല്ലാ പാട്ടുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി, കരയിൽ നീ മാത്രമായി. ഇനി എന്നു കാണും നമ്മൾ തിരമാലമല്ലേ ചൊല്ലി ചക്രവാളമാകെ നിന്റെ ഗൽഗതം മുഴങ്ങിടുന്നു. ഇത് ഞാൻ അബുഗയ്ക്ക് വേണ്ടി ഞാൻ പാടിയതാണ്. ഇനി അജിത്തിന് വേണ്ടിയിട്ട് അബു സലീം പാടും. അതാണ് അബു സലീമിന്റെ പ്രത്യേകത. അതിന് വേണ്ടിയിട്ടാ ഞാൻ പറഞ്ഞു. അബു സലീം എന്നുള്ള ഉദാര മനസ്കന് അജിത്തിനോട് നോ പറയാൻ പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ചാല് ഇത്രയും കാലത്തെ ബന്ധം 30 വർഷം 35 വർഷം. നമ്മളിപ്പോ ഞാൻ ഒരുപാട് നടന്മാരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പിന്നെ രണ്ടുപേര് പാടി കൊടുക്കുക, ഒരുപാട് നടന്മാരെ കണ്ടിട്ടുണ്ട്. എന്ത് വേണം പാടി. ഞാനൊരു കാര്യം ചെയ്യാം, മലപ്പുറം ഭാഷയിൽ പിന്നെ നീ എവിടെ നിന്ന് എവിടെ എന്നുള്ള പാട്ട് പാടാം. ഓക്കെ, വെരി ഗുഡ്, നല്ല പാട്ടാ. ഇജ്ജവിടെ അന്റെ നേലവിടെ അന്നിൽ കാലം നട്ടു വളർത്തിയ നിശബ്ദമോഹങ്ങളെവിടെ ഇജ്ജവിടെ. വാക്ക് പാലിച്ചു. ഇതാണ് കാക്കിക്കുള്ളിലെ കലാകാരൻ. കാക്കിക്കുള്ളിലെ കലാകാരൻ.